ലേറ്റസ്റ്റായിട്ട് ഭോപ്പാലിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഭർത്താവിന് കാമുകിയുണ്ട്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നല്ലെങ്കിൽ കാമുകിനെ വിട്ടുകള, കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോവാം. ഭർത്താവിനത് താല്പര്യമില്ല. ഭാര്യ എത്ര പറഞ്ഞാലും ഭർത്താവ് ഓടിപ്പോവും. എവിടേക്ക്? കാമുകിയുടെ അടുത്തേക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് കാമുകി തന്നെ വേണമെങ്കിൽ കാമുകിനൊന്ന് കൊണ്ടുവരും, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭാര്യ കാമുകിയോട് സംസാരിച്ചിട്ട് ഒരു ഡീല് നടത്തുവാണ്. ഡീൽ എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിനെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, പകരം എനിക്ക് 1.5 കോടി രൂപ തന്നാൽ മതി എന്ന് പറയും. കാമുകി ഇതാന്ന് പറഞ്ഞ് 1.5 കോടി റെഡിയാക്കും. എന്നിട്ട് ഭാര്യയോട് പറയും, നിൻ്റെ ഭർത്താവിനെ എനിക്കിനി തന്നോളൂ, ഈ പൈസ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം. അപ്പോൾ അക്കൗണ്ടിലേക്ക് 1.5 കോടി ആയിട്ടല്ല, ഒരു വലിയൊരു ബംഗ്ലാവും പിന്നെ ബാക്കിയുള്ളതും ക്യാഷ് ആയിട്ടാണ് ഇടുന്നത്. ഏറ്റവും വലിയ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, കോടതിയും ഇതിനോട് യോജിച്ചു എന്നുള്ളതാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളി ഭർത്താക്കന്മാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിനി കാമുകിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അഥവാ അത് ഭാര്യമാർ അറിയുവാണെങ്കിൽ ഭാര്യമാരോട് ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞേക്കും. നിങ്ങൾക്ക് കാമുകിയുടെ ഒപ്പം പോവുകയും ചെയ്യാം, ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കുകയും വേണ്ട, കാമുകി ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കിക്കോളും. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമ്മുടെ നാട്ടിലെങ്ങാനും ഇത് നടക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ.